നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ കോൺഗ്രസിനെ വീട്ടിലാക്കി VT ബൽറാമിനെതിരെ മുൻ KPCC അംഗം K മുഹമ്മദ് രംഗത്ത്. തെരഞ്ഞെടുപ്പിൽ VT ബൽറാമിനെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വിമത പ്രവർത്തനമാണ് ബൽറാം തൃത്താലയിൽ നടത്തുന്നത് എന്ന് K മുഹമ്മദ് വിമർശിച്ചു. VT ബൽറാമും മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും കോൺഗ്രസിനെ നശിപ്പിച്ചു. കോൺഗ്രസുകാർ ഫോൺ വിളിച്ചാൽ പോലും ബൽറാം എടുക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആനക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്നു K മുഹമ്മദ്. കോൺഗ്രസിന്റെ വളർച്ചയ്ക്കായി അഹോരാത്രം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു K മുഹമ്മദ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചതോടെ വെട്ടിലാവുകയാണ് തൃത്താലയിലെ കോൺഗ്രസ് നേതൃത്വം. ഏറാൻ മൂളികളായി നിൽക്കേണ്ട സാഹചര്യമാണുള്ളത്. മാത്രമല്ല, നിരന്തരമായി പാർട്ടിക്കെതിരെ റബൽ നിർത്തുക, പാർട്ടിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ റബൽ നിർത്തുക, പാർട്ടിക്കെതിരെ ഭീഷണി ഉയർത്തുക, പാർട്ടിയെ മുൾമനയിൽ നിർത്തി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ശ്രമിക്കുക, നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയാണെന്ന് അവിടെ പാർട്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ KPCC വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാമും മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും നിരന്തരമായി സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പാർട്ടിയിലെ പ്രവർത്തകന്മാരെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് ഇപ്പോൾ തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി വന്നത്. ഫോൺ വിളിച്ചെടുക്കില്ല, നിരന്തരം ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അവിടുത്തെ സാധാരണ പ്രവർത്തകന്മാരോട് ചോദിച്ചാൽ VT ബൽറാം ഫോൺ വിളിച്ചാൽ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചു നോക്കൂ, 7 പ്രാവശ്യം 8 തവണ വിളിച്ചാലും ഒരു പാർട്ടി പ്രവർത്തനം എന്താണ്, ഒരു ആവശ്യം വന്നാൽ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കണം. അതാണ് മര്യാദ. വിളിക്കില്ല. ഇത് പാർട്ടിയുടെ. രാജേഷ് വന്നു, ഈ 5 വർഷത്തിനുള്ളിൽ 118 കോടി രൂപ ചെലവാക്കി. കൂറ്റനാട് കരിമ്പ കോട്ടപ്പാടത്ത് വേനൽ മഴയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീടിന്റെ മതിൽ തകർന്നു. പ്രദേശത്ത് വൻ അപകട സാധ്യത നിലനിൽക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ 2:00 കനത്ത വേനൽമഴയെ തുടർന്ന് കോട്ടപ്പാടം കരിമ്പ കുണ്ടുകാട് റോഡിൽ വൻ മണ്ണിടിച്ചിലുണ്ടായത്. കുണ്ടിൽ പീടികയിൽ സഗീറിന്റെ വീടിന്റെ മതിൽ മണ്ണൊലിപ്പിൽ പൂർണ്ണമായും തകർന്നു. അയ്യപ്പൻ കുന്ന് എന്നറിയപ്പെടുന്ന കുന്നിലെ മണ്ണെടുത്ത ഭാഗം ഇടിഞ്ഞാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ രാത്രി പ്രദേശത്ത് പെയ്ത വേനൽമഴയിൽ കുന്നിലെ മണ്ണ് അയഞ്ഞ നിലയിലായിരുന്നു. പുലർച്ചെയും മഴ തുടർന്നതോടെ മണ്ണ് വൻതോതിലൊലിച്ച് താഴെയുള്ള സഗീറിന്റെ വീട്ടുപറമ്പിലേക്ക് എത്തുകയായിരുന്നു. ഏകദേശം 10 മീറ്ററോളം മതിൽ പൂർണ്ണമായും തകർന്നു വീണു. ബാക്കിയുള്ള മതിലിന്റെ ഭാഗങ്ങൾ ഏതു നിമിഷവും തകരാവുന്ന നിലയിലാണ്. മതിലിന് പുറമെ കുത്തിയൊലിച്ചു വന്ന വെള്ളം വീടിന്റെ കോമ്പൗണ്ട് മതിലിലും വലിയ കുഴി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീടിന്റെ അടുത്തറയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന അവസ്ഥയാണ്. വേനൽമഴയിൽ തന്നെ ഇത്രയും വലിയ അപകടമുണ്ടായ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന കാലവർഷത്തിൽ വീട് പൂർണ്ണമായും അപകടത്തിലാകുമോ എന്ന ഭീതിയിലാണ് സഗീറും കുടുംബവും. അയ്യപ്പൻ കുന്നിൽ നടന്ന വ്യാപകമായ മണ്ണെടുപ്പാണ് ഇപ്പോഴത്തെ അപകടത്തിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വീടിനും കുടുംബത്തിനും ഭീഷണിയായ ഈ സാഹചര്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ ഇടപെടണമെന്നും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2:02 കൂടിയിട്ട് റോട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ട് ലൈറ്റിട്ട് നോക്കുമ്പോഴാണ് നേരെ നിന്നുള്ള മണ്ണും വെള്ളവും കൂടി കുത്തൊലിച്ച് റോട്ടിലേക്ക് ഇറങ്ങി എൻ്റെ മതിൽ തകർത്ത് വെള്ളം വീടിന് ചുറ്റും ഒഴുകുകയും ബാക്കിലത്തെ മതിലടക്കം തകരാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഭയങ്കര ഭീഷണിയിലാണ്, ജീവന് തന്നെ ഭീഷണി എന്ന രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് ഒരു മാർഗം കണ്ടെത്തണമെന്ന്, പരിഹാരം കണ്ടെത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പണവുമായി യാത്ര ചെയ്യുന്നവർ ഇനി ശ്രദ്ധിക്കുക. തിരഞ്ഞെടുപ്പ് സ്ക്വാഡുകൾ പ്രവർത്തനം തുടങ്ങി. പട്ടാമ്പിയിലും സ്ക്വാഡുകളുടെ പരിശോധന ആരംഭിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ ടീമിന്റെ നേതൃത്വത്തിൽ വാഹനയാത്രക്കാരെ തടഞ്ഞു നിർത്തിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. 50,000 രൂപയ്ക്ക് മുകളിൽ രേഖകളില്ലാതെ പണം കൈവശം വെച്ചുള്ള യാത്ര അനുവദിക്കില്ല. അനധികൃത പണം പിടികൂടിയാൽ കർശന നിയമ നടപടികൾ ഉണ്ടാകും. പട്ടാമ്പിയിൽ MK സാജിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പരിശോധന നടത്തുന്നത്. പ്രമോദ്, അമൽ, ഗഫൂർ, മുഹമ്മദ് അൽ, CPO ഷാജുമോൻ എന്നിവരും ടീമിലുണ്ട്. മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ടീം വാഹനയാത്രക്കാരെ തടഞ്ഞു നിർത്തിയുള്ള പരിശോധന നടത്തി വരുന്നുണ്ട്. വരും ദിവസങ്ങളും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ വരുന്ന നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് ഡ്യൂട്ടിയാണ്, വാഹന പരിശോധനയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇത്ര കാശിൽ കൂടുതൽ
കയ്യിൽ ഹാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ട്. അത് കൊണ്ടുപോകുന്നതായിട്ട് പരിശോധന. അത് മാത്രമല്ല, പണം മാത്രമല്ല, മദ്യം, ആയുധങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടാൽ പിടിച്ചെടുത്ത് അത് ഹാൻഡ് ഓവർ ചെയ്യും. വേറെ പണമാണെങ്കിൽ നമ്മുടെ ട്രഷറിയിൽ അടയ്ക്കും. അതിന് ഓരോ പരിധികളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ 50,000 രൂപയെ കാശേ തുകയെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിന് കൂടുതൽ തുക ഉണ്ടെങ്കിൽ അത് നമ്മൾ സീസ് ചെയ്ത് എടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്വാഡാണ്. ഇതെല്ലാ പ്രദേശത്തും കാണും. ഇലക്ഷൻ നടക്കുന്ന എല്ലാ പ്രദേശത്തുമുള്ള സ്ക്വാഡാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിലും വിവിധ സ്ക്വാഡുകളുണ്ട്. സ്റ്റാറ്റിക്കൽ സർവേ ടീമുണ്ട്, ഫ്ലൈയിങ് സ്ക്വാഡുകളുണ്ട്, അതേപോലെ തന്നെ മറ്റു സ്ക്വാഡുകളുണ്ട്. ഇപ്പോൾ ആൻറ്റി ഡിഫൻസ്മെൻറ്റ് സ്ക്വാഡ്, അങ്ങനെ സ്ക്വാഡുകളുണ്ട്. അപ്പോൾ നമുക്ക് വിവിധ സ്ക്വാഡുകൾ ഇനി ത്രൂഔട്ട് ഇലക്ഷൻ തീരണ വരെ നമ്മുടെ മണ്ഡലത്തിലും ഇലക്ഷൻ നടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും. പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇത്തവണ മാർച്ച് 28, 29 തീയതികളിലായാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. 29-നാണ് നഗരപ്രദക്ഷിണ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുക. നേർച്ച ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം നഗരസഭയിൽ ചേർന്നു. നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. 60ഓളം ഉപാഘോഷ കമ്മിറ്റികളാണ് നേർച്ചാഘോഷത്തിനുള്ളത്. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമായി. അനുമതിയുള്ള ആനകളെ മാത്രമേ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. രാത്രി 10 മണി വരെ മാത്രമാണ് നിലവിൽ ആഘോഷങ്ങൾ നടത്താൻ അനുമതി. സമയം നീട്ടി നൽകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടിക്രമങ്ങളും യോഗത്തിൽ ചർച്ചയായി. അവിടെ ഒരു ആന അടഞ്ഞിട്ട് ഒരാള് മരണപ്പെട്ടത് കൂടിയാണ്. നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആനയുടെ ആക്രമണം എന്ന് പറഞ്ഞാല് നമുക്ക് പോലീസിന്റെ കൺട്രോളിൽ നിൽക്കുന്നതല്ല. നമുക്ക് കൂടുതൽ അപകടങ്ങൾ ഇല്ലാതെ നോക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നമ്മൾ തീർച്ചയായിട്ടും അത് പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് കൂടുതലായിട്ടുള്ള അപകടം വരാനായിട്ടുള്ള സാധ്യതകൾ. ഞാൻ പറഞ്ഞു, നോർമലി ഉള്ള യാത്രകൾ കുഴപ്പമില്ല. നോർമലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ അതിനെ എന്തെങ്കിലും നേരത്തെ ചെയർപേഴ്സൺ പറയുകൂടി ചെയ്തതാണ്. എന്ത് കഴിഞ്ഞ വർഷം നമ്മുടെ ആനേനെ ഉപദ്രവിക്കുന്ന, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷത്തിൽ ആനേനെ ഉപദ്രവിക്കുന്ന, അതായത് ഗ്യാസിന്റെ പൈപ്പ് കൊണ്ട് മുകളിലുള്ള ആളെയാണ് അടിക്കുന്നത്, പക്ഷെ അടികൊള്ളുന്നത് ആനയ്ക്കാണ്. അപ്പോ ആനയ്ക്ക് അറിയില്ല അടിക്കുന്നത് മുകളിലുള്ള ആളെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. ആന അടഞ്ഞു കഴിഞ്ഞാല് പറയാൻ പറ്റില്ല. അപ്പോ ആ രീതിയിലുള്ള രണ്ട് സൈഡിലുള്ളതിനെ നമുക്ക് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. നഗരസഭ വൈസ് ചെയർമാൻ അസ്ന അനീഫ, മറ്റു കൌൺസിലർമാർ, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിനെതിരെ പട്ടാമ്പിയിൽ LDYF-ന്റെ യുദ്ധവിരുദ്ധ റാലി. ശങ്കരമംഗലം മുതൽ കൽപ്പക വരെയായിരുന്നു റാലി. മുഹമ്മദ് മുഹസിൻ റാലിക്ക് നേതൃത്വം നൽകി. LDYF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. ശങ്കരമംഗലം സെന്ററിൽ നിന്നുമാണ് യുദ്ധവിരുദ്ധ റാലി ആരംഭിച്ചത്. കൽപ്പക കൂൾ സിറ്റിക്ക് സമീപം റാലി സമാപിച്ചു. മുഹമ്മദ് മോസിൻ MLA റാലി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐക്കൊപ്പം ബ്ലോക്ക് സെക്രട്ടറി MN സുദീപ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ്, പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി N നീരജ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം സജിത് ശ്രീധർ, ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് PR രജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ യുദ്ധവിരുദ്ധ റാലിയിൽ അണിനിരന്നു. ഇന്ത്യ രാജ്യം അപമാനിക്കപ്പെട്ട കാലം കൂടിയാണ്. കാരണം ഒരു കാലത്ത് ചേരിചേര നയം കൊണ്ട് ഇന്ത്യയുടെ നയം വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ട്രംപിന് പൂർണ്ണമായി അടിയറവ് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ്, നട്ടലില്ലാത്ത പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് തുടക്കം കുറിച്ചപ്പോ
വലിയ രീതിയിലുള്ള റോഡ് ഷോ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചെങ്കിലും ആ പ്രവർത്തനങ്ങൾ നമ്മൾ മാറ്റിവെച്ചു. നമുക്ക് ഷോ നടത്താനുള്ള സമയമല്ല. കാരണം നമ്മുടെ സഹോദരങ്ങളായിട്ട് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ അവരുടെ മുമ്പിലൂടെ മിസൈലുകളും ഡ്രോണുകളും പോകുന്ന അവർ ഭീതിപ്പെട്ട് ഏത് നിമിഷത്തിലും കൊല്ലപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഏത് നിമിഷത്തിലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ പ്രവാസികളായ സുഹൃത്തുക്കൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം. ലോകം നിയന്ത്രിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്, ഒരു ഭ്രാന്തനായ പ്രസിഡന്റ് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ ഭാഗമായി ഇസ്രയേലിന് കൂട്ടുനിന്നുകൊണ്ട് ഇറാനിനെ ആക്രമിക്കുന്നു. ഇറാൻ തിരിച്ച് ഈ പറഞ്ഞ രാജ്യങ്ങളെയും ഗൾഫ് നാടുകളെയും ആക്രമിച്ചുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റുമായിരുന്ന KT ഗോപിയുടെ 20ാം ചരമവാർഷികം ആചരിച്ചു. തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VK ചന്ദ്രൻ, PN മോഹനൻ, ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗം KP ശ്രീനിവാസൻ, KG പ്രതിഭാസ് എന്നിവർ സംസാരിച്ചു. നല്ല കർശനമായ നിലപാടുകളോടുകൂടി പാർട്ടി നേതാവായി നേതൃത്വമായി നിൽക്കുമ്പോൾ എല്ലാ സഖാക്കളുമായും ഏറ്റവും അടുത്ത സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധം, എല്ലാവരെയും കാണുകയും എല്ലാവരെയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകത സഖാവിനുണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ തികച്ചും അകാലത്തിലാണ് സഖാവിന്റെ വേർപാട്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു 74-75 വയസ്സ് പ്രായം, 74-75 വയസ്സ് പ്രായം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ പ്രസ്ഥാനത്തിലെ തൃത്താലയിൽ നയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ രംഗത്ത് മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവായി അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർത്തും അപ്രതീക്ഷിതമായാണ്, അകാലത്തിലാണ് സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. ആ വിപ്ലവ നക്ഷത്രം പൊലിഞ്ഞു പോയത് തീർത്തും അകാലത്തിലാണ്. ഇങ്ങനെയുള്ള സഖാക്കളുടെ ഓർമ്മകൾ നാം ഉയർത്തിപ്പിടിക്കുന്നതും അവരെ അനുസ്മരിക്കുന്നതും. KSSPU നേതാവായിരുന്ന NKG മേനോനെ പട്ടാമ്പിയിൽ അനുസ്മരിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന NKG മേനോന്റെ 20ാമത് ചരമവാർഷികം യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമുക്ക് മുമ്പേ പോയ ആളുകളാണ്. അവർ നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വർഷമാണ് 92 എന്ന് പറയുന്നത്. 70 വയസ്സിൽ 70 വയസ്സിന് മുമ്പോട്ട് കഴിയുമ്പോഴാണ് എനിക്ക് 70 വയസ്സാവുന്നത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ ഈ സമരത്തിൻ്റെ 30 കൊല്ലം തികഞ്ഞ 30ാം വാർഷികം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷിക്കട്ടെ. ഞാൻ അതിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിപ്പോഴാണ് ചിത്രം ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി എന്നെ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നത്, ചെവി പറയുന്നത്, രഹസ്യം പറയുന്ന ചിത്രം എന്നാണ് എടുത്തിരുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ സ്വത്ത് പോലെ സൂക്ഷിക്കുകയാണ്. NKG മേനോനെ പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടതാണ് NKG മേനോന്റെ പത്നി. കാരണം അന്ന് അവിടെ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു NKG മേനോൻ നിരാഹാരം നടത്താൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ. ജില്ലാ ജോയിന്റ് സെക്രട്ടറി AP മുരളീധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M രാമചന്ദ്രൻ, MK രാധ, NKGയുടെ മക്കളായ MK കരുണാകര മേനോൻ, NK ബാലചന്ദ്ര മേനോൻ, P സുധാകരൻ, M അച്യുതൻ, KM ഉണ്ണികൃഷ്ണൻ, KR മോഹൻദാസ്, E പ്രേമ, P അനിൽകുമാർ, സുധർമ്മ വിജയൻ എന്നിവർ അനുസ്മരിച്ചു. M രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AS വിജയൻ സ്വാഗതവും P ഉഷാദേവി നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.